സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതായ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് ജോയിൻ ചെയ്യുമാറാകട്ടെ. എൻ്റെ സൗണ്ട് എല്ലാവർക്കും ഓഡിബിൾ ആണ് എന്ന് കരുതുന്നു. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് അതിന് തുടർച്ചയെന്ന് വേണം നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടതായ വിഷയമെന്ന് പറയുന്നത് ദ റിഡംഷൻ പ്ലാൻ ഓഫ് അവർ ലോർഡ് ഫ്രം ബുക്ക് ഓഫ് ജെനസിസ് ടു റെവലേഷൻ എന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളതായ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ തിരുവചനത്തിന്റെ ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം, ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം, മാനവജാതിയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ, ഇതൊക്കെ ഒരു ഔട്ട്ലൈനായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം പഠിച്ചുകൊണ്ടിരുന്നതായ വേദഭാഗം ഞാൻ സ്ക്രീനും കൂടെ നിങ്ങളുടെ ഇതിലേക്കായിട്ട് ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. സ്ക്രീൻ കാണാമല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ അബ്രഹാമിന്റെ ജീവിതത്തെ 4 സ്റ്റേജുകളായിട്ട് തിരിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഓരോ സ്റ്റേജുകളിലും അബ്രഹാമിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് അബ്രഹാമിനെ എത്തിക്കുകയും തന്റെ വീണ്ടെടുപ്പിന്റെ, മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പ്രോഗ്രാം ദൈവം നിശ്ചയിച്ചതുപോലെ അബ്രഹാമിൽ കൂടെ നിവർത്തിക്കേണ്ടതിന് അബ്രഹാം യോഗ്യനാണെന്ന് ദൈവം മുമ്പാകെ തെളിയിക്കേണ്ടതിനും വരും തലമുറയ്ക്ക് അബ്രഹാം ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമാണ് എന്ന് മനസ്സിലാക്കേണ്ടതിനും കൂടെ വേണ്ടിയാണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഈ 4 സ്റ്റേജുകളെ നമ്മൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതിൽ ഓരോ സ്റ്റേജിലും അബ്രഹാമിന് ലഭിക്കുന്നതായ ആത്മീക ഉന്നമനത്തെക്കുറിച്ച്, ആ കയറ്റത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ആ 3-ാമത്തെ സ്റ്റേജായി. 3-ാമത്തെ സ്റ്റേജിലേക്ക് കടന്നതായ അബ്രഹാം നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടുത്തുപോകാതെ, സാഹചര്യങ്ങളെല്ലാം എതിരായപ്പോഴും ദൈവം തന്നോട് ചെയ്തതായ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്നു കൊണ്ട് യാതൊരു വിധത്തിലും സംശയത്തിന്റെയോ നിരാശയുടെയോ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ 2-ാമത്തെ സ്റ്റേജിൽ കടന്നു വന്നെങ്കിലും 3-ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോ താൻ ഉറപ്പോടെ നിൽക്കുന്നതായി നമുക്ക് കാണുമല്ലേ. ആ 3-ാമത്തെ സ്റ്റേജ് തന്റെ ഉറപ്പ് കണ്ടതായ, തന്റെ ദൈവത്തോടുള്ളതായ ഭക്തി കണ്ടതായ, ആ കൊടുത്തതായ വാഗ്ദത്തത്തിന്മേലുള്ളതായ അബ്രഹാമിന്റെ ആ ഉറപ്പേറിയതായ മനോഭാവം കണ്ടതായ യഹോവയായ ദൈവം എന്ത് ചെയ്തു? വാഗ്ദത്ത നിവൃത്തീകരണത്തിന്റെ ആ ഫൈനൽ സ്റ്റേജ് പ്രഖ്യാപിക്കുവാനായിട്ടിടയായി. അടുത്ത വർഷം ഇതേ സമയത്ത് വാഗ്ദത്തം ചെയ്തതായ സന്തതിയെ നീ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് ആ വാഗ്ദത്തം അവന്റെ മേൽ ഉറപ്പിക്കുന്നതായിട്ടാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അതാണ് 3-ാമത്തെ സ്റ്റേജിൽ അബ്രഹാമിന് ലഭിച്ചതായ ആ ഉറപ്പിന്റെ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ 3-ാമത്തെ സ്റ്റേജിന്റെ വിജയം എന്ന് പറയുന്നത്. നമുക്കിനിയും 4-ാമത്തെ സ്റ്റേജിലേക്ക് വരാം. അബ്രഹാമിന്റെ 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് താൻ ആ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി
ആ പദ്ധതി തന്നിൽ കൂടെ നിവർത്തിക്കേണ്ടതിന് ദൈവം തന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമാണ് എന്ന് തെളിയിക്കുന്നതായ സംഭവമാണ് നമുക്ക് 4-ാമത്തെ സ്റ്റേജിലേക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുവേണ്ടി അബ്രഹാമിനെ ദൈവം മറ്റൊരു പാഠശാലയിലേക്ക്, മറ്റൊരു വിശ്വാസത്തിന്റെ ഉയർന്ന ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു സർവകലാശാലയിലേക്ക് അബ്രഹാമിനെ പ്രവേശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് വരെ ആരും പ്രവേശിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്ന് വരെ ആരും പ്രവേശിച്ചിട്ടില്ലാത്തതായ, ആർക്കും പ്രവേശിപ്പാൻ കഴിയാതിരുന്നതായ ഒരു പ്രത്യേക അനുഭവത്തിലേക്കാണ് അബ്രഹാമിനെ ദൈവം നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം മുതൽ 25-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വരെയാണ്. 25-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അബ്രഹാം കാലസമ്പൂർണനായി മരിച്ചു തന്നെ ജനത്തോട് ചേരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ അബ്രഹാം 22-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നതായ സംഭവം മുതൽ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ളതായ ആ ഭാഗമാണ് 4-ാമത്തെ സ്റ്റേജിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ആ 4-ാമത്തെ സ്റ്റേജിൽ അബ്രഹാമിനെ ഉയർത്തിയതായ കാര്യമെന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ ഒരു വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. താൻ നിർണയിച്ചിരിക്കുന്ന ആ ഉന്നതമായ ഒരു പദവിയിലേക്ക്, മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ആ കുടുംബത്തിന്റെ പരമോന്നത നാഥൻ എന്നുള്ളതായ നിലയിൽ അബ്രഹാമിന് ദൈവം വെച്ചിരുന്നതായ പരിശോധനയിൽ ഇവിടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി തന്നിൽ കൂടെ നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ, നാം ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമെന്ന് പറയുന്നത്, ദൈവം നമ്മെ തന്റെ പ്രോഗ്രാമിന് വേണ്ടി, അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു പ്രോഗ്രാമിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്താൽ ആ പ്രോഗ്രാമിലേക്ക് വേണ്ടി, ആ പ്രോഗ്രാമിന്റെ പൂർത്തീകരണത്തിന്, അല്ലെങ്കിൽ നമ്മൾ കൂടെ അത് നിവർത്തിക്കേണ്ടതിന് നാം യോഗ്യരാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നാം വീണുപോകാതെ, നാം തോറ്റുപോകാതെ, നാം യോഗ്യരാണ് എന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പൊസിഷനിലേക്ക്, ദൈവം തരുന്ന ആ പൊസിഷനിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. വിദ്യാസമ്പന്നരായ നമ്മെ സംബന്ധിച്ച്, എന്റെ മുമ്പിൽ ഇരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ഞാനിത് പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നാം എല്ലാവരും പല സ്റ്റേജുകളിൽ കൂടെ കടന്നു വന്നവരാ. നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിന്റെ പല സ്റ്റേജുകളിൽ കൂടെ കടന്നു വന്നവരാ. നമ്മുടെ ഓരോ സ്റ്റേജിലേക്ക് കടക്കേണ്ടതിന് ആണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ ആ കോഴ്സിന്റെ ഒടുവിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പരീക്ഷ വെക്കും. ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യണമെന്നും ആ പരീക്ഷ പാസ്സാകുവാനായിട്ട് അതിന്റെ അതോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നതായ ആ ലെവൽ പാസ്സാകണമെന്നും നിർബന്ധമാണ്. അത് പാസ്സാകത്തിടത്തോളം കാലം എന്ത് ചെയ്യത്തില്ല, നമുക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കുവാനോ അതുമൂലം ലഭിക്കേണ്ടതായ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനോ കഴിയുകയില്ല. ഇത് തന്നെയാണ് ആത്മീക ജീവിതത്തിലും. ദൈവം ഓരോ വ്യക്തികളെയും വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ വിളി കേട്ട് നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ ഒരു പ്രത്യേക പൊസിഷനിലേക്ക്, ആ ഉന്നതമായ പൊസിഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഓരോ ഘട്ടത്തിലും നാം കടന്നു പോകേണ്ടതായ പാതകളുണ്ട്, കടമ്പകളുണ്ട്, പരീക്ഷകളുണ്ട്. ആ ഓരോ പരീക്ഷയിലും നാം അഭ്യസിച്ചതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, നാം പഠിച്ചതായ ആത്മീയ പാഠങ്ങളുടെ വെളിച്ചത്തിൽ, നാം അനുഭവിച്ചതായ ശുശ്രൂഷകളുടെ വെളിച്ചത്തിൽ, നാം കേട്ടതായ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, നാം പ്രാപിച്ചതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വെളിച്ചത്തിൽ ദൈവം അതാത് സമയത്ത് ഓരോരുത്തർക്കും ഒരുക്കി വെച്ചിരിക്കുന്നതായ പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾ വിജയത്തോടുകൂടെ തരണം ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയുള്ളൂ. ഒരു വിശ്വാസിയുടെ
മരണം വരെ അവൻ ഈ പല സ്റ്റേജുകൾ കടന്നു പോകേണ്ടവരാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ആ വിജയപൂർവം തരണം ചെയ്യുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം, നമ്മുടെ സ്ഥാനം, അതിന്റെ ആ ഉന്നതിയിലേക്ക് നാം കയറിക്കൊണ്ടിരിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ തന്റെ ജീവിതത്തിന്റെ 4-ാമത്തെ സ്റ്റേജിൽ അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവെന്നുള്ളതായ പദവിയിലേക്ക്, അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുക്കുവാനിരിക്കുന്നതായ ആ വലിയ ജാതിയുടെ പിതാവെന്നുള്ളതായ നിലയിലേക്ക് അബ്രഹാമിനെ ഉയർത്തുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് അബ്രഹാമിനൊരു പരീക്ഷ നിശ്ചയിക്കുകയാണ്. എന്താണ് ആ പരീക്ഷ? നമുക്ക് ഹൃദയഭേദകമല്ലാതെ നമുക്ക് ആ അധ്യായം വായിക്കുവാനായിട്ട് കഴിയത്തില്ല. ആദ്യമായി ആ അധ്യായം മനസ്സിരുത്തി വായിക്കുന്നതായ ഒരുവന്റെ ഹൃദയം എന്ത് ചെയ്യും? വളരെ വേദന കൊണ്ട് നിറയുവാനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് അബ്രഹാം കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ആ അബ്രഹാമിന്റെ പരിശോധന നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേഗത്തിൽ നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സസ് 1 onwards. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ. അബ്രഹാം വിശ്വാസത്തിന്റെ പരിശോധനയിൽ എന്ത് സംഭവിച്ചു? പരിശോധനയിൽ ജയിപ്പാനിടയായിട്ട് തീർന്നു. അത് എന്തിനാണ് ആ ജയം വെച്ചത്? ദൈവത്തെക്കാൾ ഉപരി ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല എന്ന് അബ്രഹാം തന്റെ ജീവിതത്തിൽ തെളിയിക്കേണ്ടിയിരുന്നു. കാരണം ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ആ വിശ്വാസത്തിന്റെ പിതാവെന്നുള്ളതായ നിലയിൽ അബ്രഹാമിനെ എത്തിക്കേണ്ടതിന് അത്ര വലിയ കഠിനമായ ഒരു പരീക്ഷയിൽ കൂടെ അബ്രഹാം കടന്നു പോകേണ്ടതായി വന്നു. ലഭിക്കുന്നതായ സ്ഥാനത്തിനനുസരിച്ച്, ദൈവം വെച്ചിരിക്കുന്നതായ ആ പൊസിഷൻ അനുസരിച്ച് നാം കടന്നു പോകേണ്ടതായ പരീക്ഷകളുടെ കാഠിന്യത്തിന് വ്യത്യാസം വരും. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി കഠിനമായ പരീക്ഷയിൽ കൂടെ, കഠിനമായ ശോധനയിൽ കൂടെ, ക്രിസ്തു സംബന്ധമായി കഠിനമായ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോ എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന്? കഷ്ടങ്ങൾ പെരുകുന്തോറും പ്രതിഫലം വർദ്ധിക്കുന്നു എന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കഷ്ടങ്ങളിലും ഞാൻ പ്രശംസിക്കുന്നു. കഷ്ടങ്ങൾ തകർന്നു പോകുകയല്ല, കഷ്ടങ്ങൾ നിരാശപ്പെട്ടു പോകുകയല്ല, കഷ്ടങ്ങളിൽ നിലവിളിക്കുകയല്ല, കുറ്റം പറയുകയല്ല, പിന്നെയോ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ അറിയാതെ തന്നെ ഒരു പരീക്ഷയിലേക്ക് കർത്താവ് കടത്തിവിടുകയാണ്. ആ പരീക്ഷയുടെ ഓരോ ഘട്ടങ്ങളും വിവരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാനത് വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് എല്ലാവർക്കും അതറിയാവുന്നത് കൊണ്ട്, വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്നുള്ളതായ വിഷയമാണ് നാം പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ആഴത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വായിക്കാം നമുക്ക് അടുത്ത വാക്യം. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ നൽകി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കയറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ അൾട്ടിമേറ്റ് എയിം നിർവഹിക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുസരണത്തിന്റെ ആ പെർഫെക്ഷനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. നാം പലപ്പോഴും നമുക്കിഷ്ടപ്പെട്ടത് സ്ഥലത്തേക്കാ പോകാറ്. നാം പലപ്പോഴും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാ ചെയ്യാറ്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാ ചെയ്യാറ്. നീ മോനെ ആ വിഷയം നിനക്ക് യോജിച്ചതല്ല,
നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയുന്നവരോട് എന്തുണ്ടാകും? മാനസികമായ അകൽച്ച ഉണ്ടാകും, ഒരു പ്രയാസം ഉണ്ടാകും. പിന്നെ അവർ പറയുന്നതിനോട് ശ്രദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല? മാനുഷികമായി നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ല അവൻ പറയുന്നത് എന്നുള്ളതായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ താല്പര്യമാണ്. പക്ഷെ അബ്രഹാം ഇവിടെ ചെയ്തത്, ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. നാം ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോ ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കണമെങ്കിൽ, ദൈവിക ഉദ്ദേശപ്രകാരം ദൈവത്തിന്റെ പദ്ധതിക്ക് നാം യോജിച്ചവരായി തീരണമെങ്കിൽ ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ നാം തയ്യാറാകണം. ദൈവം കൽപ്പിച്ച ഇടത്തേക്ക് പോകുവാൻ അബ്രഹാം തയ്യാറായി. വായിക്കാം. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അതുവരെ അബ്രഹാമിനോടുകൂടെ കഴുതയും ബാല്യക്കാരും വലിയൊരു കൂട്ടം ഉണ്ടായിരുന്ന കഥ. പക്ഷേ എത്തേണ്ടതായ സ്ഥലത്ത് അബ്രഹാം എത്തേണ്ടതിന്, ദൈവം കാണിച്ചതായ പെർട്ടിക്കുലർ പോയിന്റിൽ എത്തേണ്ടതിന് അബ്രഹാമിന് മനസ്സിലായി, തന്നോടുകൂടെയുള്ളതായ ബാല്യക്കാർ അതിന്റെ ആവശ്യമില്ല, തന്നോടുകൂടെയുള്ളതായ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ ഏകനായിരിക്കണമെന്നുള്ളതാണ്. ഏകനായിരിക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്? ആ പർപ്പസ് നിവർത്തിക്കുകയും വേണം. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. തന്നോട് കൽപ്പിച്ചതായ കാര്യം ചെയ്യുവാൻ അബ്രഹാം സ്വയം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ, തന്നോട് കൽപ്പിച്ചതായ സ്ഥാനത്തേക്ക് അബ്രഹാം പോകുവാൻ തീരുമാനിച്ചപ്പോ രണ്ടു കാര്യങ്ങൾ അവിടെ അബ്രഹാം ചെയ്യുവാനായിട്ടിടയായി. ഒന്ന്, തന്നോടുകൂടെ ഉള്ളതായ സകല കാര്യങ്ങളും അവൻ ഒഴിച്ചു നിർത്തി. താൻ മാത്രമാണ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കേണ്ടതെന്നുള്ള ബോധം അബ്രഹാമിനുണ്ടായി. അബ്രഹാം എന്താ ചെയ്തത്? അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം എന്താണോ ചോദിച്ചത് അതുമാത്രമാണ് അബ്രഹാം കൂടെ കരുതിയത്. അബ്രഹാമിനോടുകൂടെ ഇസഹാക്കിനെ കരുതുവാൻ കാരണം എന്താണ്? ദൈവം തന്നിൽ പ്രസാദിക്കേണ്ടതിന് ദൈവം ചോദിച്ചത് ഇസഹാക്കിനെയാണ്. അതുകൊണ്ടാണ് ഇസഹാക്കിനെ കൂട്ടിയത്. നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നാം ദൈവം പറയുന്നത് അനുസരിക്കുവാനായിട്ട് പോകുമ്പോ വേണ്ടാത്തതെല്ലാം ഒഴിച്ചു നിർത്തണം. ആവശ്യമില്ല എന്ന് തോന്നുന്നതെല്ലാം ഒഴിച്ചു നിർത്തണം. തടസ്സമെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം മാറ്റി നിർത്തണം. നമ്മെ തടയുമെന്ന് തോന്നുന്നതെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. ബാല്യക്കാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പ്രായപൂർത്തിയായതായ ഇസഹാക്കിനെ കൈയും കാലും കെട്ടുമ്പോ ഇസഹാക്കിനെ സ്നേഹിക്കുന്ന, ഇസഹാക്കിനെ കരുതുന്നതായ ഒരു കൂട്ടം ബാല്യക്കാർ ആ ഭവനത്തിനകത്തുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. എന്ത് ചെയ്യും? അബ്രഹാമിനെ തടയും. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ഒരു മൈനോറിറ്റി എങ്കിലും സമ്മതിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നത്. അപ്പോ ഒരു എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ടാകും എന്ന് കരുതുന്നതായ വിഷയത്തെ മനഃപൂർവമായി അബ്രഹാം മാറ്റി നിർത്തുകയാണ്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ ആരംഭിക്കുന്ന ദൈവ പൈതലിന്റെ പാത തടസ്സപ്പെടുത്തുവാൻ, താൻ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുവാൻ, വരുന്നതായ കാര്യങ്ങളെ മനഃപൂർവമായി ഒഴിച്ചു നിർത്തുവാൻ തയ്യാറെങ്കിൽ മാത്രമേ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നമുക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മിൽ പ്രസാദിക്കേണ്ടതിന് നാം എന്താണോ കരുതേണ്ടത് അത് ഒരിക്കലും വിട്ടുകളയരുത്. അത് നാം കരുതണം. അബ്രഹാം പറഞ്ഞില്ല, ബാല്യക്കാരും കഴുതകളൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ, ഇസഹാക്ക് നീ അവിടെ നിൽക്ക്, ഞാൻ പോയി യാഗം കഴിച്ചേച്ചു വരാമെന്ന് അബ്രഹാം പറഞ്ഞില്ല. ഇസഹാക്ക് കൂടെ ഇല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്ന് അബ്രഹാമിന് നന്നായി അറിയാം.
അബ്രഹാമിനെ മാറ്റി നിർത്തിയിട്ട് പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ഒരു കോലാട്ടിനെ കൊണ്ടുപോകുവാൻ അബ്രഹാമിന് യാതൊരു പ്രയാസവുമില്ല. ഒന്നിനു പകരം 100 കോലാട്ടിനെ കൊണ്ടുപോകാൻ അബ്രഹാമിന് കഴിയും. പക്ഷേ ദൈവം പ്രസാദിക്കാത്തതായ 100-നേക്കാൾ ദൈവം പ്രസാദിക്കുന്ന 1 വലുത് എന്ന് അബ്രഹാമിൻ കരുതിയത് കൊണ്ട് ബാക്കി ഉള്ളതിനെ എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം പ്രസാദിക്കുന്ന ആ 1 അബ്രഹാം മലയിലേക്ക് കയറുവാൻ തീരുമാനിക്കുകയാണ്. വായിക്കാം നമുക്ക്. ഹോമയാഗത്തിനുള്ള വിറക് എടുത്തു. അഞ്ചാമത്തെ വാക്യം കൂടെ. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ആരാധനയെ കുറിച്ചുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുകയാണ്. ആരാധന എന്ത് എന്ന് അറിയാതിരുന്നതായ ഒരു ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയതായ അബ്രഹാമിന് ആരാധന എന്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ദൈവത്തെ അറിയാമെന്ന് ധരിക്കുന്നതായ നാം അഥവാ വീണ്ടെടുക്കപ്പെട്ടതായ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നതായ നമ്മൾക്ക് ആരാധനയെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ആരാധന എന്തെന്ന് നമുക്കറിയില്ല. നാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ആരാധന എന്നുള്ളതായ പേരിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ആ കാട്ടിക്കൂട്ടുന്നതിന്റെ പിന്നിൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ട്, ഒരു ഇൻസ്പിറേഷൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലങ്ങ് തൃപ്തിപ്പെടുകയാണ്. ആരാധനയുടെ ഭാഗത്തിന് 2 പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാധനയിൽ നിന്ന് ലഭിക്കുന്നതായ, അല്ലെങ്കിൽ ആരാധിക്കുവാനോ ആരാധനയിൽ നിന്ന് ലഭിക്കുന്നതായ ഇൻസ്പിറേഷനോ ആണ്. ഇൻസ്പിറേഷൻ അല്ല ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്പയർ ചെയ്യപ്പെടുവാൻ പല കാരണങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുമെന്നറിയണം. നമ്മുടെ ശരീരവുമായിട്ട് സംബന്ധിക്കുന്ന ശരീരവുമായിട്ട് ഇൻസ്പിറേഷൻ ഉള്ളതായ കാര്യങ്ങളുണ്ട്. നമ്മുടെ മാനസികമായി നമ്മളെ ഇൻസ്പിറേഷൻ തരുന്നതായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഇൻസ്പിറേഷൻ തരുന്നതായ കാര്യങ്ങളുണ്ട്. സാഹചര്യങ്ങൾ ഇൻസ്പിറേഷൻ തരുന്നതായ കാര്യങ്ങളുണ്ട്. അപ്പോ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മാത്രം നമ്മൾ കരുതിയാൽ തീർത്തും തെറ്റായി പോകുവാനായിട്ടിടയായിത്തീരും. ഇൻസ്പിറേഷന് പകരം ഇവിടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, അനുസരണമാണ്. അനുസരണമാണ് ആരാധനയാക്കി മാറ്റുന്നത്. അനുസരണം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ കൽപ്പനകളോ ദൈവത്തിന്റെ ഇഷ്ടമോ അറിഞ്ഞിരിക്കെ അത് അനുസരിക്കാതെ ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാം മനഃപൂർവമായി വഞ്ചിക്കപ്പെടുകയാണ്. വി ആർ അണ്ടർ കംപ്ലീറ്റ്ലി ഡിസെപ്ഷൻ. അത് മനസ്സിലാക്കണം. ഒബീഡിയൻസ് ഇല്ലാതെ, അനുസരണമില്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. ഇനിയും അബ്രഹാം പറഞ്ഞത് എന്താണ്? ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആരാധനയെ കുറിച്ചുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു. അബ്രഹാം ആരാധന കഴിച്ച് മടങ്ങി വരുന്ന സ്റ്റേജും കൂടെ നമുക്കറിയാം. പോയതുപോലെ തന്നെ അബ്രഹാം മടങ്ങി വരികയാണ്. പക്ഷേ മടങ്ങി വരുന്നതായ അബ്രഹാമിന് താൻ ഏതാണോ നഷ്ടപ്പെടുത്തുവാനായിട്ട് കടന്നുപോയത് അത് അവന് ലാഭമാക്കി അവൻ മടങ്ങി വരികയാണ്. ആരാധിക്കുവാനായിട്ട് കടന്നു പോകുന്നതായ അബ്രഹാമിന് ഒരു വലിയ കൂട്ടത്തോടെ കടന്നു പോകാമായിരുന്നു. പക്ഷേ ആരാധനയ്ക്ക് അടിസ്ഥാനം കൂട്ടമല്ല എന്നും, ആരാധനയ്ക്ക് അടിസ്ഥാനം ബഹളമല്ല എന്നും, ആരാധനയ്ക്ക് അടിസ്ഥാനം ശബ്ദമുഖരിതമായ അന്തരീക്ഷമല്ല എന്നും മനസ്സിലാക്കിയതായ അബ്രഹാം എന്താ ചെയ്തത്? താൻ ഏകനായി ഇസഹാക്കുമായി ആരാധന കഴിക്കുവാൻ പോകുകയാണ്. യാഗം കഴിക്കാൻ എന്ന് പറഞ്ഞില്ല, ആരാധന കഴിക്കുവാൻ പോകുകയാണെന്ന് അബ്രഹാം പറഞ്ഞത്. ആരാധിക്കുവാനായിട്ട് കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനം മനസ്സിലാക്കേണ്ടത് ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ വ്യക്തിപരമായ ബന്ധമാണ്
ആരാധനയുടെ അടിസ്ഥാനം കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. അത് ഒരു നാടൻ പഴഞ്ചൊല്ലാണ്. വെള്ളത്തിൽ ആർക്ക് വേണമെങ്കിലും കലപ്പ ചലിപ്പിക്കാം. ഈ നിലമുഴുന്നവരെ കണ്ടു കാണുമല്ലോ. വെള്ളം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ കലപ്പ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉഴുതു കഴിഞ്ഞാൽ ആ കലപ്പ എങ്ങോട്ട് പോകുന്നുവെന്നോ എത്ര ആഴത്തിൽ പോകുന്നുവെന്നോ എന്തൊക്കെയാണ് അത് ഉഴുതുമറിക്കുന്നതെന്നോ ആർക്കും കാണാൻ കഴിയത്തില്ല. അത് മണ്ണിൽ തൊടാതെ പോലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കലപ്പ കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ആ കലപ്പ കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിക്കഴിയും മനസ്സിലാകും ആ കലപ്പ ചലിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് അതുപോലെ തന്നെ ആ നിലം അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെയാണ് ഒരു രാഗവും വേണ്ട, ഒരു ട്യൂണും വേണ്ട, ഒരു സംഗീതവും അറിയേണ്ട, കൂട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും പാടാം എന്ന് പറയുന്നതല്ലേ ആരാധന എന്ന് ഞാൻ പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അബ്രഹാം ദൈവവുമായിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായി ആ മോറിയാമലയിൽ വെച്ച് ബന്ധപ്പെട്ടത് എന്ന് പഠിക്കുമ്പോഴാണ് ആരാധനയുടെ ശ്രേഷ്ഠതയും മനോഹാരിതയും മനസ്സിലാക്കുന്നത്. ആരാധനയുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആരാധനയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ആ ഒരു വിലപ്പെട്ടതായ കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. 6-ാമത്തെ വാക്യം, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞ് തീയും വിറവുമുണ്ട് എന്ന ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്നാണ് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോ വീണ്ടെടുപ്പ് ദൈവത്തിന്റെ പദ്ധതി തന്നിൽ പൂർത്തീകരിക്കേണ്ടതിന് അബ്രഹാം ഒരുങ്ങിയതായ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടുത്തത് എന്താണ്? ദൈവം അവനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ പറയുന്നതല്ല, താൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നതല്ല, തന്നെ കുറിച്ച് ദൈവം പറയുന്നതായ കാര്യമാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന് ചില കാര്യങ്ങൾ കൺഫേം ആക്കേണ്ടതിന്, മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ അറിവ് കൺഫേം ആക്കേണ്ടതിന് നാം ചില പ്രത്യേക അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകണം. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് നന്നായി അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. നിത്യത വരെ അറിയാവുന്നതായ ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ച് നന്നായി അറിയാം. പക്ഷെ ഇവിടെ ദൈവം എന്താ പറയുന്നത്? എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആ ഇപ്പോഴെന്നുള്ളതായ പദം വളരെ പ്രധാനപ്പെട്ട പദമാണ്. അപ്പോ നേരത്തെ വരെ ഈ സംഭവം നടക്കുന്നത് വരെ ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെ അബ്രഹാം വെളിപ്പെടുത്തിയാൽ മാത്രമേ ദൈവം ആ കാര്യം കൺഫേം ആക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. നാം ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യവും വരുവാനിരിക്കുന്ന കാര്യവും നിത്യത വരെയുള്ളതായ കാര്യവും ഒക്കെ ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവം നമ്മെ കുറിച്ചൊരു ദൈവത്തിന്റെ നിർണയം കൺഫേം ആക്കണമെങ്കിൽ അത് നാം ജീവിതത്തിൽ തെളിയിച്ചേ മതിയാകുകയുള്ളൂ. അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം പറയുകയാണ്. ഞാൻ ഇപ്പോൾ അറിയുന്നു.
കഴിഞ്ഞ നിമിഷം വരെ എനിക്ക് ആ കൺഫർമേഷൻ ഇല്ല. ഇപ്പോൾ നീ നിന്റെ മകനായ ഇസഹാക്കിനെ കൈയും കാലും കെട്ടി വിറകിന്മേൽ കിടത്തിയിട്ട് അവനെ അറുക്കുവാനായി യാതൊരു മടിയും കൂടാതെ കത്തിയെടുത്ത് കൈ ഉയർത്തിയപ്പോ ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഒരു നിമിഷം കൂടെ വൈകിയാൽ നീ ആ കത്തി ബാലിന്റെ അല്ലെങ്കിൽ നിന്റെ മകനായ ഇസഹാക്കിന്റെ കഴുത്തിൽ അത് കത്തി പതിയും. അത് ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നീ മറ്റൊന്നും നോക്കാതെ നീ അത് ചെയ്യുവാൻ തയ്യാറായത് എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. അൾട്ടിമേറ്റ് പോയിന്റ് വരെ ദൈവം നമ്മെ പരിശോധിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ യാതൊരു ചാഞ്ചല്യവും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതിന്, ദൈവത്തെ നാം പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന്, ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞാണ് പർവ്വതത്തിലേക്ക് കയറിയത്. വെറും വാക്കല്ല അബ്രഹാം പറഞ്ഞത്. ഇസഹാക്കിനെ ജസ്റ്റ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി കരുതുമെന്നുള്ള ആ വിശ്വാസത്തിന്റെ ഡിക്ലറേഷനാണത്, പ്രഖ്യാപനമാണത്. ആ പ്രഖ്യാപനം അങ്ങനെ തന്നെയാണോ എന്നറിയേണ്ടതിന് അബ്രഹാമിനെ ആ ലാസ്റ്റ് പോയിന്റ് വരെ നിർത്തേണ്ടിയിരുന്നു. ആ ലാസ്റ്റ് പോയിന്റിലെത്തിയപ്പോ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ നീ കരുതിയതുപോലെ നിനക്ക് വേണ്ടി ഞാൻ കരുതുമെന്നുള്ളതായ ആ കരുതൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി നേരത്തെ കരുതിയിരുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ നിർബന്ധിക്കുകയാണ്. പുറകിൽ അബ്രഹാമിന് വേണ്ടി കരുതിയിരുന്ന ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് അബ്രഹാമിന്റെ ദൃഷ്ടിയിൽപ്പെട്ട് അബ്രഹാം ചെന്ന് കോലാട്ടുകൊറ്റിനെ എടുത്ത് ഇസഹാക്കിന് പകരം യാഗം കഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാം മേലോട്ട് നോക്കിയപ്പോ അബ്രഹാം കണ്ടതായ കാഴ്ചയെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് ദൈവ ആരാധനയിൽ അബ്രഹാം നേടിയതായ ആ ആത്മീയ നിലവാരത്തിന്റെ അത്യുന്നതി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അത് തൽക്കാലം എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. നമുക്ക് തുറന്നു വായിക്കാം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. ആ ഏതു മലയിലാണോ ദൈവം അബ്രഹാമിനെ തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിച്ചത്, അതേ പർവ്വത നിരയിൽ തന്നെ ആ ഒലിവുമലയിൽ തന്റെ ഹല്ലേലൂയ മാനവജാതി രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വരും എന്ന് നാം മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വിശ്വാസത്തിന്റെ ആ വലിയ പരിശോധനയിൽ ജയാളിയാകുവാനായിട്ടിടയായി. പരിശോധനയിൽ അബ്രഹാം ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി അബ്രഹാമിൽ എങ്ങനെയാണ് ദൈവം പൂർത്തീകരിച്ചത് എന്ന് മനസ്സിലാക്കണം. അബ്രഹാമിനെ പടിപടിയായിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അബ്രഹാം പെർഫെക്റ്റ് ആണ് എന്ന് അബ്രഹാമിനെ കൊണ്ട് തന്നെ തെളിയിക്കത്തക്കതായ സാഹചര്യത്തിൽ കൂടെ അബ്രഹാമിനെ കടത്തിവിട്ടു. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പ്, അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചതായ പരീക്ഷകൾ, ലോകത്തുമായിട്ടുള്ളതായ വേർപാട് എന്നിങ്ങനെ പല പല കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒടുവിൽ തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ കൊടുത്തു. ആ ഇസഹാക്കിനെ കൊണ്ട് സന്തോഷകരമായി ദീർഘനാള് പാർത്തു. പക്ഷേ അബ്രഹാമിനെ പരീക്ഷയുടെ ആ ഉന്നത തലത്തിലേക്ക് എത്തിക്കുവാൻ ഇസഹാക്കിനെ തന്നെ മടക്കി ചോദിക്കുവാൻ ഇടയായി. മടക്കി കൊടുക്കുവാൻ യാതൊരു മടിയും കൂടാതെ അബ്രഹാം സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോ ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ അബ്രഹാമിന്റെ സ്ഥാനം എന്ത് എന്ന് ദൈവം ഉറപ്പിക്കുകയാണ്.
ഇനി അബ്രഹാമിൽ നിന്നാണ് കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടെടുപ്പിന്റെ പദ്ധതി അബ്രഹാമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിലേക്ക് വരികയാണ്. ഇസഹാക്കിന്റെ വിവാഹമാണ് നമുക്ക് 26-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. 24-ാം അധ്യായത്തിൽ നമുക്ക് ഇസഹാക്കിന് വേണ്ടി അബ്രഹാം ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടി വിടുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസഹാക്കിന്റെ വിവാഹമാണ്, ഇസഹാക്കിനെ തെരഞ്ഞെടുക്കുകയാണ്. അടുത്തത് ഇസഹാക്കിന്റെ കുടുംബമാണ്. ഇസഹാക്കിന്റെ കുടുംബത്തിൽ കൂടിയാണ് അടുത്ത ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇസഹാക്കിന് കുടുംബം ഉണ്ടാകണം. ഇസഹാക്കിന് കുടുംബം ഉണ്ടാകണമെങ്കിൽ ഇസഹാക്ക് വിവാഹം കഴിക്കണം. ഇസഹാക്കിന്റെ വിവാഹമാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ തന്റെ ദാസനായ എലിയാസറിനെ വിളിച്ചിട്ട് അബ്രഹാം പറയുകയാണ്, നീ ഈ കൂടി നിൽക്കുന്നവരുടെ കനാന്യരുടെ ഇടയ്ക്ക് നിന്ന് എന്ത് ചെയ്യരുത്, എന്റെ മകനൊരു വിവാഹത്തിന് ആളിനെ എടുക്കരുത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എടുക്കരുത്. നീ എന്ത് ചെയ്യണം, എന്റെ പിതൃദേശത്തേക്ക് പോകണം, പദനരാമിലേക്ക് പോകണം. എന്റെ പിതൃദേശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് അനുയോജ്യയായ ദൈവം കാണിക്കുന്ന ദൈവഹിതപ്രകാരമുള്ളതായ ഒരു വധുവിനെ നീ എനിക്ക് എന്റെ മകന് വേണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് എലിയാസറിനെ അയക്കുകയാണ്. എലിയാസർ ചെന്ന് കണ്ടെത്തുന്നതായ കാര്യമാണ് 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ചെന്ന് അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഗ്രാൻഡ് ഡോട്ടറായ റിബേക്കയെ എലിയാസർ കണ്ടെത്തുന്നതായ കാര്യം നമുക്ക് 24-ാമത്തെ അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് നാമും കൂടെ മനസ്സിലാക്കേണ്ടതായ 1-2 കാര്യങ്ങൾ ഈ റിബേക്കയുടെ വിവാഹത്തോടുള്ളതായ ബന്ധത്തിൽ പറഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് കടക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, റിബേക്കയുടെ പേരിന്റെ അർത്ഥം അതിന്റെ എബ്രായ പദം എന്ന് പറയുന്നത് മാർബെക്ക് എന്നാണ്. മാർബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ വാക്ക് റിബേക്ക എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം കൊഴുത്ത് തടിച്ചത്, അതുപോലെ സാമർഥ്യമുള്ള, കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ള എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. റിബേക്കയെ കുറിച്ച് തന്റെ മാതാപിതാക്കൾക്ക് വളരെ വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. സമ്പന്നമായ ഒരു കുടുംബമാണ് റിബേക്കയുടെ കുടുംബം. അതായത് നാഹോറിന്റെ കുടുംബം എന്ന് പറയുന്നത് സമ്പന്നമായ ഒരു കുടുംബം. പാലസ്തീനിൽ സമ്പന്നമായ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തും എല്ലാവരും സമ്പന്നരായിരിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പാലസ്തീനിലും അല്ലെങ്കിൽ റിബേക്കയുടെ നാട്ടിലും എന്തില്ല, എല്ലാവരും ഒന്നും സമ്പന്നരല്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സമ്പന്നരായിട്ടുള്ളൂ. ഈ സമ്പന്നരായ കുടുംബത്തിന് മറ്റ് സമീപത്തുള്ളതായ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ നിന്നുള്ളതായ സമ്പന്നരുമായിട്ട് ഇടകലരുവാൻ വളരെ താല്പര്യമാണ്. സമ്പന്നർ അല്ലെങ്കിൽ പണക്കാരുമായിട്ടാണല്ലോ സാധാരണ രീതിയിൽ ബന്ധപ്പെടുന്നത്. പണ്ട് കാലത്തും അതുതന്നെയാണ്. പാലസ്തീനിൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലത്തും അതുതന്നെയാണ്. അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമാണ് ആര്? നാഹോർ എന്ന് പറയുന്നത്. അബ്രഹാം സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായത് കൊണ്ട് തന്നെ നാഹോറും സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ്. അപ്പോ എലിയാസർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ വന്ന് നിന്നത് എവിടെ തന്നെയാണ്? വന്ന് എത്തിച്ചേർന്നത് നാഹോറിന്റെ കുടുംബത്തിലാണ്. നാഹോറിന്റെ കുടുംബത്തിൽ റിബേക്കയെ കണ്ടു. റിബേക്കയെ സംബന്ധിച്ച് റിബേക്കയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ അധികം പ്രായമില്ലാത്തതായ ഒരു പെൺകുട്ടി അവിടെ നമുക്ക് ഒരു പെൺകുട്ടി എഴുതി വായിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായം ഏതാണ്ട് 13-നും 15-നും ഇടയ്ക്കാണ് റിബേക്കയുടെ പ്രായം. ആ റിബേക്കയ്ക്ക് ഇസഹാക്കിന് വേണ്ടി വിവാഹത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇവിടെ എലിയാസർ ഈ ഭവനത്തിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടിയെ കണ്ടപ്പോ എലിയാസറിന് തന്റെ യജമാനന്റെ പുത്രന് ഇവൾ ചേരുമെന്ന് മനസ്സിലായി. സൗന്ദര്യമുള്ളവളാണെന്ന് കണ്ടു. അവളോടുള്ളതായ ആ
പ്രീതി അല്ലെങ്കിൽ സന്തോഷം വെളിപ്പെടുത്തേണ്ടതിന് എന്ത് ചെയ്തു? ആഭരണം കൊടുത്ത് അവളുടെ അവളുള്ളതായ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോ ആ കുടുംബത്തിലെ പെൺകുട്ടികളെ സംബന്ധിച്ച് ധനവാനാണ് അല്ലെങ്കിൽ പണക്കാരിയാണ് എന്ന് വിചാരിച്ച് പെൺകുട്ടികളെ അവര് ചുമ്മാ ഇരുത്തത്തില്ല. കഠിനമായി പെൺകുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അവർക്കുള്ളതായ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അവരുടെ മൃഗസമ്പത്തുക്കളെ എന്ത് ചെയ്യാൻ, മൃഗസമ്പത്തിനെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇടയ ശുശ്രൂഷ മിക്കവാറും ഉള്ളതായ പെൺകുട്ടികളെ കൊണ്ട് ഈ ധനസമൃദ്ധിയുള്ളതായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും. അങ്ങനെ തന്റെ അപ്പന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് കൊണ്ടുവരുന്നതായ വേളയിലാണ് റിബേക്കയെ ആര് കാണുന്നത്? ഈ എലിയാസർ കാണുന്നത്. അപ്പൊ എലിയാസർ പറയുകയാണ്, എന്റെ ഒട്ടകങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്റെ മൃഗങ്ങൾക്കും ഒട്ടകങ്ങൾക്കും എന്ത് ചെയ്യണം, വെള്ളം കോരി കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോ അവൾ ഓടി കിണറ്റിലിറങ്ങി അവരുടെ കയ്യിലിരുന്നതായ പാത്രം കൊണ്ട് വെള്ളം മുക്കി ആ വെള്ളം തന്റെ ആടുകൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവരിക. അപ്പൊ അവരുടെ സാമർഥ്യവും അവരുടെ ശുഷ്കാന്തിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ എലിയാസറിന് എല്ലാം കൊണ്ടും ബോധിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ പാലസ്തീന്റെ കൾച്ചറൽ സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ കിണറുകളല്ല പാലസ്തീനിലുള്ള കിണറുകൾ എന്ന് പറയുന്നത്. ആ കിണറുകൾ അവര് കുഴിച്ചനന്തരം ആ കിണറ്റിൽ നിന്ന് കരയിൽ നിന്ന് കിണറ്റിലേക്ക് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ ചരിച്ച് ഒരു പാത ഇങ്ങനെ കിണറ്റിന്റെ അടിഭാഗം വരെ കെട്ടും. അപ്പൊ ആർക്ക് വേണമെങ്കിലും പാത്രം കൊണ്ട് വെള്ളം കയറും തൊട്ടിയും കൊണ്ട് കോരിയെടുക്കുന്നതിന് പകരം ഇറങ്ങിച്ചെന്ന് ഓടിപ്പോയി വെള്ളം കോരിക്കൊണ്ട് വരുവാനുള്ളതായ ആ ഒരു സൗകര്യത്തിനാണ് കിണറുകളുടെ നിർമ്മിതി. അങ്ങനെയുള്ളതായ കിണറ്റിൽ നിന്നാണ് ഈ റിബേക്ക വെള്ളം കോരുവാനായിട്ട് ഓടിച്ചെല്ലുന്നതും വെള്ളം കൊണ്ട് കൊടുക്കുന്നതും. അപ്പോ ഇങ്ങനെയുള്ളതായ അധ്വാനം ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവര് വളരെ കരുത്തും ആരോഗ്യമുള്ളവരുമാണ്. ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതായ ഒരു കാര്യം. നമ്മുടെ ചുറ്റുമുള്ളതായ പ്രദേശങ്ങളെ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒരു സമൂഹത്തിലെ സ്ത്രീകൾ ആരോഗ്യവതികളാണെങ്കിൽ ആ സമൂഹം ബലമുള്ളതായ ഒരു സമൂഹമാണ്. സ്ത്രീകൾ ആരോഗ്യമുള്ളതായ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ സ്ത്രീകൾ ആരോഗ്യമുള്ളവരാണെങ്കിൽ ആ കുടുംബം നല്ല കേപ്പബിൾ ആയിട്ടുള്ള കുടുംബമായിരിക്കും. അപ്പോ ദൈവമക്കളായിരിക്കുന്നതായ നാം ഈ യഹൂദന്മാരുടെ ഈ പാരമ്പര്യം പിൻപറ്റുന്നത് വളരെ നല്ലതാണ്. ഓരോ കുടുംബത്തിലുമുള്ളതായ സ്ത്രീകളെ ആരോഗ്യകരമായി പരിരക്ഷിക്കേണ്ടത് ആ കുടുംബത്തിലെ പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. എന്തിനാണെന്നറിയാമോ? കുടുംബം നന്നായി പോകണമെങ്കിൽ അത് സ്ത്രീകൾ ഉള്ളവരായിരിക്കണം. മാത്രമല്ല, റിബേക്ക എന്ത് ചെയ്തു? വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. റിബേക്കയ്ക്ക് ഞാൻ പറഞ്ഞു പ്രായം 15 താഴെ ഉള്ളൂ. ഇസഹാക്കിന് പ്രായം ഏതാണ്ട് 40 അടുത്തു. ഇസഹാക്കിന്റെ പ്രായം 40ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കുന്നത് എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ 15 വയസ്സ് പ്രായമുള്ളതായ ഈ ബാലികയെ ഇസഹാക്കിന്റെ ഭാര്യയായി ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ വായിക്കുന്നത് റിബേക്ക ദീർഘകാലം പ്രസവിച്ചില്ല എന്ന് കാണുന്നത്. ദീർഘകാലം പ്രസവിച്ചില്ല. എത്ര വർഷം താമസിച്ചു ഒരു കുഞ്ഞുണ്ടാകേണ്ടതിന്? അല്ലെങ്കിൽ റിബേക്ക ഗർഭവതിയാകേണ്ടതിന് എത്ര വർഷം കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ നീണ്ട 20 വർഷം കാത്തിരുന്നു. എന്തിനാണ് ദൈവം ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയുടെ ആ പ്രസവകാലം ഇത്രയും നീട്ടുവാൻ ഇടയായി അല്ലെങ്കിൽ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ഇതുവരെ നാം ഗ്രഹിച്ചിട്ടില്ലാത്തതായ ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം, വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സംസ്കാരത്തിൽ നിന്ന്, വേറൊരു ദൈവിക സങ്കല്പത്തിൽ നിന്ന്, വേറൊരു ആരാധനയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആര് വരുന്നത്? ഈ റിബേക്ക വരുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തെ കാണുകയും ജീവനുള്ള ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് വളർന്നു വരുന്നത്. ഇസഹാക്കിനെ സംബന്ധിച്ച് അബ്രഹാമിനോടൊപ്പം തന്നെ വിശ്വാസത്തിൽ കരുത്തു പ്രാപിച്ചതാണ് ആര്? ഈ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനമെങ്കിൽ ഈ കടന്നു വന്നതായ റിബേക്ക എന്ത് ചെയ്യണം? ആ വിശ്വാസത്തിന്റെ ലെവലിലേക്ക് വരണം. 15 വയസ്സുള്ളതായ ഈ റിബേക്ക അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വരുമ്പോ ഒരു സംസ്കാരത്തിൽ നിന്ന് വേറൊരു സംസ്കാരത്തിലേക്ക് വന്ന് അബ്രഹാമിന്റെ ദൈവിക സങ്കല്പവുമായി, ദൈവിക ആരാധനയുമായി, അതിന്റെ പശ്ചാത്തലവുമായിട്ട് ഒന്നിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ തന്റെ ജനത്തിന്റെ പണി നടക്കുകയില്ല എന്ന് ദൈവം മനസ്സിലാക്കി അവളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ആരാധന എന്ത്, ദൈവത്തിന്റെ പ്രമാണം എന്ത്, ദൈവവുമായിട്ടുള്ളതായ ബന്ധമെന്ത്, ജീവനുള്ള ദൈവം ആരാണ്, അബ്രഹാമിനെ എങ്ങനെയാ നടത്തിയത്, തനിക്ക് ഭർത്താവായിരിക്കുന്നത് ഇസഹാക്കിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച് അവളെ ആത്മീക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ ആത്മീകമായി അവളെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു കാലഘട്ടം നിശ്ചയിച്ചു. അത് നീണ്ട 20 വർഷം അവൾ കാത്തിരിക്കേണ്ടതായി വന്നു. രണ്ടാമത്, ഈ 15 വയസ്സുള്ളതായ ബാലിക വന്നു കഴിഞ്ഞാൽ അവളൊരു കുടുംബസ്ഥയായി കഴിയുമ്പോ ആ കുടുംബം എങ്ങനെ പോറ്റണമെന്നും കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാതെ പ്രായമോ പക്വതയോ വിവരമോ ഇല്ലാത്തതായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അത് ആ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്, മുന്നോട്ടുള്ളതായ ദൈവത്തിന്റെ പദ്ധതിക്ക് അത് വളരെ ദോഷം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാമിന്റെ കുടുംബത്തിൽ ഇസഹാക്കിന്റെ ഭാര്യയായി തീർന്നതായ റിബേക്കയെ നീണ്ട 20 വർഷം അവിടെ ദൈവം വിശ്വാസം എന്ത് എന്ന്, ജീവിതത്തിന്റെ അനുഭവ പശ്ചാത്തലം എന്ത് എന്ന് പഠിപ്പിക്കുവാനിടയായി. ഒടുവിൽ എന്ത് ചെയ്തു? അവൾ ദൈവത്തിന്റെ ഇസഹാക്കിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിനി ഒരു സന്തതിയെ നീ തന്നേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ഇസഹാക്ക് പറഞ്ഞു, നീ പോയി ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ സമയമായെങ്കിൽ ദൈവം നിനക്ക് തരും. ആ ദൈവത്തിന്റെ സമയം വരെ നീ കാത്തിരിക്കണം. എന്റെ പിതാവായ അബ്രഹാം എനിക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം വരെ കാത്തിരുന്നു. നീയും അതുപോലെ ആ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നീ വരണം. ആ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നീ വന്നെങ്കിൽ മാത്രമേ എന്നെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നിറവേറുവാൻ സാധിക്കുകയുള്ളൂ. നീയും ഞാനും 2 തട്ടിലായിരിക്കുവാൻ പാടില്ല. നീയും ഞാനും ഒരേ തട്ടിലായിരിക്കണം, ആത്മമണ്ഡലത്തിൽ ഒരേ തട്ടിലായിരിക്കണമെന്ന് പറഞ്ഞ് നീ പോയി ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഇസഹാക്ക് എന്ത് ചെയ്തു? റിബേക്കയെ ദൈവം മുമ്പാകെ തള്ളിവിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇസഹാക്ക് തന്നെ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആ പ്രാർത്ഥനയുടെ ഫലം സമയമായെങ്കിൽ നിന്റെ ദൈവമേ അങ്ങയുടെ പ്രവൃത്തി തെളിയിക്കണമേ എന്നായിരിക്കാം ഒരുപക്ഷെ ഇസഹാക്ക് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലമായി റിബേക്ക ഗർഭം ധരിക്കുവാനിടയായി. ഗർഭം ധരിച്ചതായ റിബേക്ക അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തിന്റെ പരിശോധന അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾക്ക് സഹിക്കുവാൻ കഴിയാത്തതായ വേദനയാൽ അവൾ ഭാരപ്പെട്ടു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ തിക്കി. അവൾക്ക് യാതൊരു കാരണവശാലും വേറിയാൻ കഴിയാത്തതായ വേദനയുടെയും ഭാരത്തിന്റെയും പ്രയാസത്തിൻ്റെതുമായ ഘട്ടങ്ങൾ അവളുടെ അടുക്കൽ കടന്നു വന്നു കഴിഞ്ഞപ്പോ അതിനവൾ ഇസഹാക്കിനെ കൂട്ടുപിടിച്ചില്ല.
അബ്രഹാമിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഇസഹാക്കിന്റെ അടുക്കലേക്ക് അവൾ ഓടിച്ചെന്നില്ല. വേറെ ആരെയും അവൾ അഭയം പ്രാപിച്ചില്ല. അവൾ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് ദൈവത്തോട് ചോദിച്ചു, ഇതെന്താണ് എനിക്ക് ഈ വേദന? പ്രൈസ് ദി ലോർഡ്. അവളെ അതിനെ പ്രാപ്തയാക്കിയത് നീണ്ട 20 വർഷക്കാലത്തെ അബ്രഹാമിന്റെ ജീവിതത്തിലെ, അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ അവൾ കടന്നു പോകേണ്ടതായി വന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം വാഗ്ദത്തം ചെയ്തതായ പല നന്മകളും, പല ഉയർച്ചകളും, പല അനുഗ്രഹങ്ങളും തടയപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിന്റെ സമയത്തോളം എത്തിയില്ല. നാം ചിലപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ പ്രാപിപ്പാനിടയായിട്ട് തീർന്നാൽ ദൈവത്തിന്റെ സമയത്തല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയില്ല. ദൈവത്തിന്റെ പദ്ധതിയോളം അത് എത്തിച്ചേരുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ളതായ പരിജ്ഞാനം പ്രാപിപ്പാൻ നാം തയ്യാറാകണം. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് വീട്ടിൽ മറ്റംഗങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേക പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ് തന്റെ ഹല്ലേലൂയ ഭാര്യമാർ, അവരുടെ കൂട്ടാളികളുടെ ആരോഗ്യത്തിന്റെ മേലുള്ളതായ പരിപാലനം. അത് ദൈവത്തിന്റെ പദ്ധതിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് യഹൂദ സിസ്റ്റം പിൻപറ്റി വന്നത് എന്ന് നമുക്ക് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യങ്ങളാണ്. അപ്പോ കുടുംബത്തിന്റെ പശ്ചാത്തലം അപ്പോൾ എങ്ങനെയും ആയിക്കോട്ടെ, കഴിച്ചില്ല, നീ വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ നീ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു വിടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാ കർത്താവ് നമ്മുടെ വിവാഹ ശുശ്രൂഷയിലൊക്കെ കർത്താവിന്റെ ശുശ്രൂഷന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? നീ കഴിച്ചില്ലെങ്കിലും അവളെ കഴിപ്പിക്കണമെന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ കുടുംബം നന്നായിട്ട് പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് പലപ്പോഴും നാം ഗ്രഹിക്കാനുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണെന്ന് ഒരു പക്ഷെ നമ്മൾ കരുതും. സ്നേഹത്തിന്റെ ആധിക്യം മാത്രമല്ല, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് കുടുംബനാഥന്മാരുടെ ആരോഗ്യം വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി റിബേക്കയുടെ ജീവിതത്തിലുള്ളതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച പറയാം. ഈ ആഴ്ച പറയാനുള്ളതായ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ അഥവാ മറന്നുപോയാലും നിങ്ങൾ എന്നെ ഓർപ്പിക്കണം. റിബേക്കയുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ പഠിക്കേണ്ടതായ ഒരു വിലപ്പെട്ട പാഠമുണ്ട്. അത് വിട്ടുപോകരുത്. കുടുംബത്തിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. തൽക്കാലം ഞാൻ നിർത്തട്ടെ. ഈ പറഞ്ഞതായ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡിബേറ്റുകളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.